Good evening. Good evening, ma'am. Good evening, ma'am. കേൾക്കാനും കാണാനൊക്കെ പറ്റുന്നില്ലേ? ഇപ്പൊ കേൾക്കാം. ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. മാം ഇത് ഏത് യൂണിറ്റാ? ക്ലിയർ ആണ് മാം. നേരത്തെ കേട്ടുകൂടായിരുന്നു. യൂണിറ്റ് 8 ആണ് കേട്ടോ. നീഡ്സ് യൂണിറ്റ് പാർട്ട് 3 ആണോ? പാർട്ട് 3 ആണോ മാം? പാർട്ട് 2. പാർട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതായിരുന്നു എടുത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഞാൻ കുറച്ച് നാളായി വന്നിട്ടിപ്പോ, അതുകൊണ്ട് മറന്നുപോയി ഏതാണെന്ന്. എവിടം വരെയാണ് നിർത്തിയെന്നൊരു സംശയം. ഹൈജീൻ എടുക്കണം അല്ലെ? ആക്ടിവിറ്റി ആൻഡ് എക്സസൈസ് ആയിരുന്നു പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആക്ടിവിറ്റി ആൻഡ് എക്സസൈസ് പറഞ്ഞായിരുന്നോ? പറഞ്ഞു. നെക്സ്റ്റ് ഹൈജീൻ അല്ലേ? ഹൈജീൻ. ഓക്കെ, ഒന്ന് വായിച്ചോളൂ കേട്ടോ. ഹൈജീൻ ഒന്ന് വായിച്ചോളൂ മൈൻഡില്. സ്മിത ജെറോം ഉണ്ടോ? സ്മിത ജെറോം. യെസ് മാം. ഓക്കെ, നമ്മളൊന്ന് വായിക്കാമോ അത്? ആ ഒരു പാരാഗ്രാഫ്, ഹൈജീൻ എന്ന് പറയുന്ന പാരാഗ്രാഫ് മാത്രം ഒന്ന് വായിക്കാമോ? യെസ് മാം. Personal and environmental cleanliness are important contributors to good health. This demands proper toilet training of the child and care of body organs like eyes, nose, mouth, teeth, hair, skin, and nails. Children should be given training to keep their anal and genital areas clean and to wash their hands clearly with soap and water every time after using the toilet. ഓക്കെ ഓക്കെ, അപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ട് നമുക്കറിയാം ഹൈജീൻ എന്ന് പറഞ്ഞാല് എല്ലാവർക്കും അല്ലേ, അതായത് ഓരോ ഇൻഡിവിജ്വലിനും അതുപോലെ തന്നെ കുട്ടികൾക്കും എല്ലാവർക്കും ഒരേപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്? ഹൈജീൻ എന്ന് പറയുന്നത് അല്ലെ? ശുചിത്വം, വൃത്തി എന്ന് പറയുന്നത്. നമ്മളൊരു ഇൻഡിവിജ്വൽ ആയിട്ട് ജനിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ? നമ്മുടെ കുടുംബം, അതുപോലെ തന്നെ നമ്മുടെ പാരന്റ്സ്, നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സ്, ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ലെസൺസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഒന്നാണ് എന്ത്? ഹൈജീൻ എന്ന് പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് വ്യക്തി ശുചിത്വം അല്ലെ, അതായത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഹൈജീൻ, അതുപോലെ തന്നെ പരിസര ശുചിത്വം, എൻവയോൺമെന്റൽ ഹൈജീൻ, ഇതൊക്കെ എന്താണ്? മാം, ഇത് എത്രാമത്തെ പാർട്ടാണ് മാം? ഇത് പാർട്ട് 2 ആണ് കേട്ടോ. പാർട്ട് 2 തന്നെ അല്ലേ? പാർട്ട് 2 അല്ലേ? പാർട്ട് 2 ആണ് കേട്ടോ. ഓക്കെ, പാർട്ട് 2 യൂണിറ്റ് 8 ആണ്, നീഡ്സ് ആണ് വരുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ മാം. ഓക്കെ, അപ്പോ പറഞ്ഞു വന്നത് ഇതാണ്, വ്യക്തി ശുചിത്വം അതുപോലെ തന്നെ പരിസര ശുചിത്വം. ഇത് രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ചെറുപ്പകാലം തൊട്ടേ നമ്മൾ പാലിച്ചു പോകുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണ്
അല്ലെ? നമ്മൾ ഓരോരുത്തരെ പഠിപ്പിക്കുന്നത് നമ്മൾ കണ്ട് വളർന്നതുമായിട്ടുള്ള സാഹചര്യങ്ങള്, നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓരോരുത്തരുടെ ഹൈജീനും എന്ത് ചെയ്യുന്നത് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. അപ്പൊ എനിക്കുള്ള വൃത്തിയായിരിക്കില്ല, ഞാൻ പാലിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല നിങ്ങൾ പാലിക്കുന്നത്, അല്ലെ? എന്റെ റൂട്ടീൻ വേറെയാണ്, നിങ്ങളുടെ റൂട്ടീൻ വേറെയാണ്. അത് രണ്ടും തമ്മിൽ ഡിഫറൻസ് വന്നിരിക്കുന്നത് നമ്മൾ വളർന്നു വന്നിരിക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടാണ്, അല്ലെ? ചെറുപ്പത്തിലേ തന്നെ നമുക്ക് എല്ലാവർക്കും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോ ഒരു കല്യാണം കഴിക്കുന്ന ആ ഒരു ഏജ് വരെയൊക്കെ എന്താണ്, നമ്മള് വേണ്ട കാര്യങ്ങളിലൊന്നും അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നമ്മളെ കൂടുതൽ കെയർ ചെയ്യാനൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടാവും, അല്ലെ? എന്നാലും കൂടുതൽ നമ്മുടെ ഒരു വീട് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്, എങ്ങനെയാണ് കൂടുതൽ അടുക്കും ചിട്ടയോടും കൂടി കാര്യങ്ങളൊക്കെ കൊണ്ടുപോകേണ്ടത്, എങ്ങനെയാണ് വൃത്തി അതുപോലെ ശുചിത്വം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ പാലിക്കേണ്ടതെന്നൊക്കെ ചിലപ്പോ നമ്മള് കല്യാണം കഴിയുന്ന ആ ഒരു ഏജ് വരെ ചെയ്തിട്ടുണ്ടാവില്ല. കല്യാണം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഇതൊക്കെ കൂടുതലായിട്ട് നമ്മൾ ഇതിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവുക. ഇനി അത് മാത്രമല്ല, മറ്റു പല കുട്ടികളൊക്കെ ആണെങ്കിൽ ചെറുപ്പത്തിലെ തന്നെ അവരുടെ പാരന്റ്സ് എങ്ങനെയാണോ കണ്ട്, അവരുടെ പാരന്റ്സിനെ കണ്ട് വളർന്നു വന്നിരിക്കുന്ന കുട്ടികളും ഉണ്ട്. അവര് അതനുസരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അവരുടെ വീടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓരോ കാര്യങ്ങൾക്കും പ്രത്യേകം കെയറും കാര്യങ്ങളും, അവരുടെ തന്നെ കാര്യങ്ങൾക്കായാലും വീട് സൂക്ഷിക്കുന്ന കാര്യത്തിലായിട്ടൊക്കെ പ്രത്യേകം കെയറും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പരിസരം, നമ്മുടെ വീട് പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ചുറ്റുപാടും ക്ലീൻ ആയിട്ടിരിക്കുക, അല്ലെ? നമ്മുടെ ചുറ്റുവട്ടം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക, അവിടെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കുക എന്നൊക്കെ അങ്ങനെ ചെയ്യുന്ന ആളുകളും ഉണ്ട്. ഓരോരുത്തരും ഡിഫറെന്റ് ആണ്. അപ്പൊ കുട്ടികളിൽ ഇവിടെ നമ്മൾക്ക് പ്രധാനമായിട്ടും കുട്ടികളുടെ കാര്യമാണ് വരുന്നത്. കുട്ടികളിൽ നമ്മൾ ചെറുപ്പത്തിലെ തന്നെ കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യണം, ശീലിപ്പിക്കേണ്ടതുണ്ട്, അല്ലെ? അവരുടെ മെയിൻ ആയിട്ടുള്ള അവരുടെ ഹൈജീൻ എങ്ങനെയാണ്, അവരുടെ എന്താ പറയാ, കുട്ടി ചെറുതായിരിക്കുന്നത് മുതൽ അവരെ നമ്മൾ ശീലിപ്പിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോ കുട്ടിയെ രാവിലെ തന്നെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ കുട്ടിയോട് പല്ല് തേക്കാനായിട്ട് പറയുക, അതുപോലെ തന്നെ കുളിക്കാനായിട്ട് പറയുക, പിന്നെ അതുപോലെ തന്നെ ടോയ്ലറ്റ് യൂസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെ? ടോയ്ലറ്റിൽ നമ്മൾ പോകുമ്പോൾ എന്താ പറയാ, അവിടെ എന്താ ഓരോ ടോയ്ലറ്റ് ഓരോ പ്രാവശ്യം ഉപയോഗിച്ചതിന് ശേഷവും കൈ വൃത്തിയായി സോപ്പിട്ട് കൈ കഴുകാനായിട്ട് പറയാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അത്. അതിപ്പോ നമ്മളിപ്പോ അടുക്കളയിൽ എന്തെങ്കിലും നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് നമ്മളുടെ ഭൂരിഭാഗം ആളുകൾ കിച്ചൺ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്, അല്ലെ? കിച്ചണും അതുപോലെ തന്നെ ഫുഡ് പ്രിപ്പറേഷനും ഒക്കെ നമ്മുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, ഇപ്പൊ വീട് ക്ലീൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് മുറ്റം അടിക്കുകയോ അല്ലെങ്കിൽ പെര തുടക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്താണ്, ധാരാളം ഇൻഫെക്ഷസ് ആയിട്ടുള്ള ബാക്ടീരിയാസ് നമ്മുടെ കൈകളിലും നഖത്തിന്റെ ഇടയിലൊക്കെ ആയിട്ട് കയറി പിടിച്ചിരിക്കും, പറ്റിപ്പിടിച്ചിരിക്കും. നമ്മൾക്കിത് കാണാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതും കൊണ്ട് എന്ത് ചെയ്യരുത്, നേരെ കിച്ചണിലേക്ക് പോകരുത്, അല്ലെ? ഫുഡ് പ്രിപ്പറേഷനിലോട്ട് ഇതിനെന്ത് ചെയ്യരുത്, ഉൾപ്പെടുത്തരുത്. നന്നായിട്ട് എന്ത് ചെയ്യണം, കൈ വാഷ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാവൂ, എന്തെങ്കിലും സാധനം തിന്നുകയോ അല്ലെങ്കിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യുകയോ ചെയ്യാവൂ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ചിലവരൊക്കെ കണ്ടിട്ടുണ്ട്, മിറ്റമൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് നേരെ തന്നെ എന്ത് ചെയ്യും, രാവിലെ തന്നെ എനിക്ക് മിറ്റമൊക്കെ അടിക്കും, മിറ്റമൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് നേരെ തന്നെ കിച്ചണിൽ കയറി ചായയും കടിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കൈ നന്നായിട്ട് എന്ത് ചെയ്യണം, വാഷ് ചെയ്യണം. ഓരോ പ്രാവശ്യം എന്ത് ചെയ്യണം, കൈ വാഷ് ചെയ്യണം. അതുപോലെ തന്നെ നിലത്ത് എന്തെങ്കിലും സാധനങ്ങൾ വീഴുകയാണെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യും, ചിലവരൊക്കെ ആണെങ്കിൽ അത് തിന്നും. അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് തിന്നുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പാടില്ല. ഫുഡ് ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ താഴെ വീഴുവാണെങ്കിൽ അതിനകത്ത് ധാരാളം ബാക്ടീരിയാസ് എന്ത് ചെയ്യും, എത്തിപ്പിടിക്കും. അപ്പൊ അത് വലിച്ചെറിയുക, അത് പോട്ടെ എന്ന രീതിയിൽ എന്ത് ചെയ്യുക, വലിച്ചെറിയുക. വെറുതെ എന്ത് ചെയ്യരുത്, രോഗത്തിനെ നമ്മള് വിളിച്ച് വരുത്തരുത് കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കുക. പിന്നെ കുട്ടികളിൽ പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ഇതാണ്, അവര് ഇപ്പോ കുട്ടികൾ അധികം എനിക്കറിയില്ല, മണ്ണിൽ കളിക്കുന്ന കുട്ടികളൊക്കെ കുറവാണെന്നാലും ചെളിയിലും മണ്ണിലോ കളിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാകും. പിന്നെ കളി കഴിഞ്ഞ് വരുന്ന, അതായത് ഗ്രൗണ്ടിലൊക്കെ പോയി കളിക്കുന്ന കുട്ടികൾ ഉണ്ടാവും. അവരൊക്കെ വന്നു കഴിയുമ്പോൾ ധാരാളം അഴുക്ക് അവരുടെ കൈകളിൽ, ഹാൻഡ്സിലൊക്കെ ഉണ്ടാവും. അപ്പോൾ കൈ കഴുകിയിട്ട് വേണം അവരോട് ഭക്ഷണം കഴിക്കാനായിട്ട് പറയാനായിട്ട്. അതുപോലെ തന്നെ ഓരോ പ്രാവശ്യവും കുട്ടിയെ പ്രത്യേകം പറഞ്ഞു പഠിപ്പിക്കുക, ചെറുപ്പത്തിലെ തന്നെ പറഞ്ഞു പഠിപ്പിക്കുക. ചെറിയ മക്കളുള്ള അമ്മമാരൊക്കെ ആണെങ്കിൽ ഇപ്പോഴേ തന്നെ അവര് പറഞ്ഞു പഠിപ്പിച്ചു കഴിഞ്ഞാൽ വലുതാവുമ്പോഴും എന്ത് ചെയ്യും, ആ ശീലം അവര് തുടർന്ന് പോയിക്കോളൂ കേട്ടോ. അതായത് ടോയ്ലറ്റിൽ പോകുമ്പോൾ, അതിപ്പോ യൂറിൻ പാസ് ചെയ്യാനാണെങ്കിലോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ടോയ്ലറ്റിൽ പോകുമ്പോൾ, ടോയ്ലറ്റിൽ നിന്ന് വന്നതിന് ശേഷം ഒന്നിലെ ഹാൻഡ് വാഷ് അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ച് എന്ത് ചെയ്യുക, നന്നായിട്ട് കൈ കഴുകിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങൾ
ചെയ്യുക. ഓക്കെ, നമ്മളിപ്പോ ജസ്റ്റ് യൂറിൻ പാസ് ചെയ്യാനാണ് ടോയ്ലറ്റിൽ പോയി എന്ന് പറയും, എന്തിനാണ് കൈ കഴുകുന്നതെന്ന് ചോദിക്കും. പക്ഷെ അവിടെ എന്തുണ്ട്, ധാരാളം ബാക്ടീരിയാസ് ഉണ്ട്. അപ്പൊ അതിനെന്ത് ചെയ്യാം, കഴുകിക്കളയാനായിട്ട് ശ്രമിക്കുക. അത് കുട്ടിയെ പറഞ്ഞ് പഠിപ്പിക്കുക, കുട്ടിയുടെ ഒരു ശീലമാക്കുക കേട്ടോ. പല്ല് തേച്ചിട്ടാണ് കുട്ടി ഭക്ഷണം കഴിക്കുന്നത് അല്ലെ, അത് കുട്ടിയുടെ ഒരു ശീലമാണ്. പല്ല് തേക്കാതെ എന്ത് ചെയ്യില്ല, കുട്ടി ഭക്ഷണം കഴിക്കില്ല. കാരണം എന്താ, നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ പ്രാവശ്യം ടോയ്ലറ്റിൽ പോകുമ്പോഴും കൈ സോപ്പിട്ട് കഴുകാനായിട്ട് കുട്ടിയോട് പറയാം. അതുപോലെ തന്നെ പ്രൈവറ്റ് പാർട്സ് ഒക്കെ എന്താണ്, കൃത്യമായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പറയാം. അത് ബോയ് ഓർ ഗേൾ ആണെങ്കിൽ കൂടിയും കുളിക്കുന്ന സമയത്ത്, ബാത്തിങ്ങിന്റെ സമയത്തൊക്കെ ആ പ്രൈവറ്റ് പാർട്സ് ഒക്കെ എന്താണ്, ക്ലീൻ ചെയ്യാനായിട്ട് പ്രത്യേകം പറയാം. കാരണം അവിടെയൊക്കെ എന്താണ്, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാതെ പോകുന്ന ഇടങ്ങളിലൊക്കെ ധാരാളം ബാക്ടീരിയാസ് വന്ന് ഫംഗൽ ഇൻഫെക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഒരുവിധം വളർന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ, തനിയെ കുളിക്കാനായിട്ട് തുടങ്ങുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ വെറുതെ ചിലപ്പോൾ ഒരു സോപ്പിട്ട് വെറുതെ മേല് കഴുകി പോരുള്ളൂ. ചിലപ്പോൾ എണ്ണയും ഇതൊന്നും ഉപയോഗിക്കാത്ത ആളുകൾ ഉണ്ടാകാം. അപ്പൊ അതൊന്നും എന്താ പറയാ, അങ്ങനെ ശീലിപ്പിക്കരുത്. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നന്നായിട്ട് വൃത്തിയായിട്ട് ബോഡി തേച്ച് കഴുകാനായിട്ട് കുട്ടികളോട് പറഞ്ഞ് ശീലിപ്പിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഹൈജീനുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ മെയിൻ ആയിട്ട് ഈ ഒരു കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇതിനകത്ത്? നിങ്ങൾ എന്തൊക്കെയാണ് കുട്ടികളെ ചെയ്യിപ്പിക്കുന്നത് ഹൈജീനുമായി ബന്ധപ്പെട്ട്? നിങ്ങൾ പറയണോട്ടോ ഇത്, എന്നാലേ നമുക്ക് ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയേണ്ടതെന്ന് മനസ്സിലാവുള്ളൂ. എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ പറയാനായിട്ട് ഹൈജീനുമായി ബന്ധപ്പെട്ട്? ശില്പ, എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ മോളെ? ഇത് എന്റെ കുഞ്ഞിന്റെ കാര്യം വരുമ്പോ ആൾക്ക് 3 വയസ്സായിട്ടുള്ളൂ. ആള് ആദ്യം ടോയ്ലറ്റിൽ പോകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആൾക്ക്. ഇപ്പൊ ആള് തനിയെ ടോയ്ലറ്റില് ചെരുപ്പ് കണ്ട് ടോയ്ലറ്റിൽ കയറില്ല. ഒന്നാമത്തെ കാര്യം, അവന് ഇഷ്ടമല്ലാതെ. 2, അവൻ ബാത്റൂമിൽ ഇരുന്ന് കഴിയുമ്പോൾ അവൻ തനിയെ 3 വയസ്സുള്ളെങ്കിൽ ആൾ തനിയെ ഇരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് മോൻ തനിയെ വാഷ് ചെയ്തോളാന്ന് പറയും. അവൻ തനിയെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. അതിനുശേഷം ഞാൻ ചെയ്ത് കഴിയുമ്പോൾ, ഞാൻ ചിലപ്പോൾ സോപ്പ് ഇടാൻ മറന്നു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് വന്നിട്ട് പറയും, അമ്മ സോപ്പ് ഇട്ടില്ല. അതൊരു 2-3 തവണ ആൾക്ക് സോപ്പിട്ടും അല്ലെങ്കിൽ ബാത്റൂമിൽ കയറുമ്പോൾ ചെരുപ്പിട്ടും കാണിച്ചു കൊടുത്തതുകൊണ്ട് അവരുടെ മൈൻഡിൽ അത് ശരിക്കും പതിഞ്ഞു ആളുടെ. അപ്പൊ ഇപ്പൊ ആൾ അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. വേറെ ആർക്കെന്തെങ്കിലും ഉണ്ടോ പറയാനായിട്ട്? കുട്ടികളുടെ ഹൈജീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. നമ്മളായാലും കുട്ടികളായാലും തുമ്മുമ്പോ ഒരിക്കലും ഒരാളുടെ മേത്തേക്ക് തെറിക്കാത്ത വിധത്തിൽ നമ്മൾ തുമ്മണം. എപ്പോഴും കയ്യ് നമ്മുടെ ഷോൾഡർ ഉള്ളില് വേണം നമ്മൾ തുമ്മാനായിട്ട്. നമ്മൾ എപ്പോഴും കയ്യ് അവിടെ തടസ്സം വെക്കണം. അപ്പൊ ആ ഡ്രസ്സമ്മേ ആവുള്ളൂ. അല്ലെങ്കിൽ കയ്യിൽ എന്തെങ്കിലും കർച്ചീഫോ എന്തെങ്കിലും വേണം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ആ ഡ്രോപ്സ് വീണാൽ അത് അടുത്ത ആൾക്ക് പകരും. അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും പേഴ്സണൽ ഹൈജീൻ പ്രത്യേകം, പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും എപ്പോഴും എനിക്ക് 2 പെൺകുട്ടികളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കുക, വാഷ് ചെയ്യുമ്പോൾ എപ്പോഴും പ്രൈവറ്റ് പാർട്സ് മുകളിൽ നിന്ന് താഴത്തേക്കാണ് വാഷ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വാഷ് ചെയ്യാനേ പാടില്ല. നമ്മുടെ സ്റ്റൂളൊക്കെ ചെയ്യണ ബാക്ടീരിയാസ്, ഈ കൊളായി എന്ന് പറഞ്ഞ ബാക്ടീരിയ, അത് നമ്മുടെ വെജൈനയുടെ അവിടേക്ക് വന്നാൽ നമുക്ക് എപ്പോഴും നമുക്ക് ഇൻഫെക്ഷനും പ്രശ്നങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ വെജൈനയുടെ അവിടുന്ന് ബാക്കിലേക്കാണ് നമ്മൾ എപ്പോഴും വാഷ് ചെയ്യേണ്ടത് എന്ന് എപ്പോഴും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ചും. പിന്നെ എപ്പോഴും വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈയും നമ്മളെപ്പോഴും സോപ്പോ എന്ത് ലിക്വിഡ് ഇട്ടിട്ട് കഴുകിയിരിക്കണം. പിന്നെ നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വൃത്തിയിൽ കൈ കഴുകുക. പിന്നെ മണ്ണിലൊക്കെ കളിക്കുന്ന കുട്ടികളാണെങ്കിൽ എപ്പോഴും നഖം നമ്മൾ വൃത്തിയാക്കി വെക്കണം. കാരണം ഒരുപാട് ഇപ്പൊ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വരും കുട്ടികൾക്ക്. ഈ എക്സിമ പോലത്തെ അങ്ങനത്തെ പലതരം അസുഖങ്ങളൊക്കെ വരുന്നത് ഈ നഖത്തിന്റെ ഉള്ളിൽ നിന്ന് ഈ അണുക്കള് ബാക്ടീരിയാസ് വന്നിട്ടാണ് വരുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ എപ്പോഴും കുട്ടികളെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ചും നെയിലൊക്കെ കൃത്യമായിട്ട് കട്ട് ചെയ്യുക. അതുപോലെ ഇപ്പൊ പെൺകുട്ടികളാകുമ്പോൾ പ്രത്യേകിച്ചും തലയിൽ പേൻ ശല്യമൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മള് ഇടയ്ക്കിടയ്ക്ക് അത് ചീന്തി അതിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക്
അതിനുള്ള ഷാമ്പു എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് എപ്പോഴും നമ്മൾ വൃത്തിയാക്കി വെക്കണം. സ്കാൽപ്പിലൊക്കെ ഈ പേനിരുന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഇത് വരും, താരൻ, ഡാൻഡ്രഫ് നല്ലോണം വരും. അപ്പൊ അതൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മളത് കുറച്ച് നാള് നമ്മൾ ഇത്തിരി ബുദ്ധിമുട്ടി ചെയ്തു കൊടുത്താൽ പിന്നെ കുട്ടികൾക്ക് അതൊരു ശീലമായി മാറും, അവരും അത് ശ്രദ്ധിക്കാൻ തുടങ്ങും. ഓക്കെ, താങ്ക് യു. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ടീച്ചറെ, ആ ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാല് എല്ലാ മൺഡേയും എല്ലാ കുഞ്ഞുങ്ങളുടെയും നൈലൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. നമ്മൾ പറയാം, അവരോട് ഫ്രൈഡേ പറയും, സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ നൈല് കട്ട് ചെയ്തേക്കണം എന്ന് പറയും. അപ്പൊ മൺഡേ വരുമ്പോ എല്ലാവരും കൈ ഇങ്ങനെ നോക്കും. അപ്പൊ അത് കാരണം എല്ലാവരും തന്നെ അതൊക്കെ കട്ട് ചെയ്ത് നല്ല ക്ലീൻ ആയിട്ടാണ് വരുന്നത്. അതുപോലെ കാലൊക്കെ കഴുകി വൃത്തിയാക്കി തന്നെ വിടണം എന്നുള്ളതൊക്കെ കുളിപ്പിച്ചാലും കുഞ്ഞുങ്ങളെല്ലാം മണ്ണിൽ ഇറങ്ങും ചിലപ്പോ പോകുന്നതിന് മുമ്പ്. ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പൊക്കെ വൃത്തിയാക്കി വിടാനുള്ള ഇതൊക്കെ നമ്മൾ സജഷൻസ് ഒക്കെ പറയാറുണ്ട്. പാരന്റ്സ് ഇപ്പൊ അതൊക്കെ കീപ്പ് ചെയ്ത് പോരുന്നുണ്ട്. ഓക്കെ, ഇത്രയുള്ളോ രമ്യ? മാം, ഒരു കാര്യം കേട്ടിട്ടുണ്ട്, ശരിയാണോന്ന് അറിയില്ല, ഡൗട്ട് ഉണ്ട്. തെറ്റാണെങ്കിൽ മാം ഒന്ന് പറഞ്ഞു തരണേ. ഈ കുട്ടികളല്ലേ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ കർച്ചീഫ് കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവർ തുമ്മുന്ന സമയത്ത് അല്ലെങ്കിൽ ചുമക്കുന്ന സമയത്ത് അവരോട് നമ്മുടെ കോളറില്ലേ ആ ഭാഗം പൊക്കിയിട്ട് ഇങ്ങനെ മൂടിയിട്ട് വേണം തുമ്മോ അല്ലെങ്കിൽ ചുമക്കുകയോ ചെയ്യണം എന്ന് പറയുന്നെന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണോന്ന് അറിയില്ല. അങ്ങനെ ആകുമ്പോൾ ഒരുപാട് ബാക്ടീരിയാസ് മറ്റേ സ്പ്രെഡ് ആകുന്നത്, അടുത്തിരിക്കുന്ന ആളിലേക്ക് പോകുന്നത് ഇതാകും. അല്ല, അവർ കൈ വെച്ച് മൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ ബാക്ടീരിയ ആകുമല്ലോ. അതേപോലെ തന്നെ ഡെസ്കിലും അങ്ങനെയൊക്കെ ആകും. അതുകൊണ്ട് അവരുടെ മറ്റേ കോളറിൽ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിയാണോന്ന് അറിയില്ല, ഒരിടയ്ക്ക് കേട്ടതാണത്. ആരായിരുന്നു പറഞ്ഞിരുന്നത്? എവിടെന്നായിരുന്നു കേട്ട ശില്പ? അത് എവിടെയോ TV പ്രോഗ്രാമിലോ അങ്ങനെ എന്തോ ആണ് കേട്ടത്. ആണല്ലേ? എന്റെ അഭിപ്രായത്തിൽ തെറ്റില്ല അങ്ങനെ ചെയ്യുന്നുണ്ട്. കാരണം കുട്ടി തന്നെയല്ലേ തുമ്മുന്നേ, കുട്ടിയുടെ ഡ്രസ്സിൽ തന്നെയല്ലേ ആവുന്നേ. ഇതിന്റെ ഷർട്ടിന്റെ കോളർ വെച്ചിട്ടല്ലേ പറയുന്നേ, അല്ലേ? അതെ മാം, കോളറിന്റെ ആ ഭാഗം ഇങ്ങനെ മൂടി. അതായത് എന്റെ അഭിപ്രായമാണ് പറയുന്നേ. കുട്ടി സ്വയം തുമ്മി മറ്റുള്ളവർക്ക് ആ ഒരു ഇത് പകർത്തുന്നതിന് പകരം കുട്ടി ഇങ്ങനെ കാണിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് എന്റെ ഇത്. കുട്ടിയുടെ ഡ്രസ്സ് തന്നെയാണ്, അങ്ങനെ ചെയ്യുന്നോണ്ട് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ തെറ്റോ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. പ്രശ്നമില്ല. മിസ്സേ, ഞാനും ഇത് കേട്ടിട്ടുണ്ട് അല്ലേ? അതെ. കേട്ടിട്ടുണ്ട്. കാരണം കർച്ചീഫ് കയ്യിലില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ വേറൊരു സാധനം കയ്യിലില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. കുട്ടി തുമ്മുമ്പോഴ് കുട്ടി നമ്മളെ പോലെ ശ്രദ്ധിക്കുന്നില്ലല്ലോ കുഞ്ഞുങ്ങള്. അവര് വേറെ ഫ്രണ്ട്സിനെ പിടിക്കും. അപ്പൊ ആ ബാക്ടീരിയ അവർ അങ്ങോട്ട് പോകും. കോളറിന്റെ ഉള്ളിലോട്ട് നമ്മൾ കുഞ്ഞുങ്ങൾ തുമ്മുമ്പോൾ അതിന്റെ എന്തെങ്കിലും വീഴുന്നുണ്ടെങ്കിൽ തന്നെ അവിടെ പറ്റുന്നുള്ളൂ. അവർ ഇവിടം കൊണ്ട് ആരെയും ടച്ച് ചെയ്യാൻ പോകുന്നില്ലല്ലോ. അപ്പം ആ ഒരു പരിധി വരെ അങ്ങനെ ഒരു നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ കേട്ടോ. ഞാൻ സ്ലൈഡ് കാണിക്കാം. റോൾ ഓഫ് ഇമോഷൻസ് ഒന്ന് വായിക്കാട്ടോ, ഒന്ന് മൈൻഡിൽ റീഡ് ചെയ്യുക എല്ലാവരും. റോൾ ഓഫ് ഇമോഷൻസ്. എന്താ? വയ്യായ്മ മാറി, ഓക്കെ ആയോ മാം? വേഗം മാറിട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്ക് തലകറക്കം ഉണ്ട്, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. മാമിന് ക്ഷീണായി. ക്ഷീണായോ? ഫുഡ് കഴിക്കാനായിട്ട് മാസം വരുന്നല്ലോ, അതുകൊണ്ടാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, താങ്ക് യു ഫോർ യുവർ കൺസേൺ. താങ്ക് യു.
വായിച്ചു കഴിയുമ്പോഴൊന്ന് തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, എല്ലാരും വായിച്ചെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഓക്കെ, ശില്പ പോയോ? ശില്പ ഉണ്ടോ? മാം ശില്പ ഇറങ്ങി, അവളെ കുഞ്ഞിന് വയ്യ. ആണല്ലേ, ഓക്കെ ഓക്കെ. ആ തസ്രീഫയാണ് ഇപ്പൊ പറഞ്ഞത്. തസ്രീഫ, അതെ മാം. തസ്രീഫ ഒന്ന് വായിക്കട്ടോ ഇത്. ഓക്കെ മാം. റീഡ് ചെയ്തോളൂ. Emotions constantly become functional in the child's relation to his fellow pupils, teachers, parents, siblings, and in school and home situations. A good teacher should be conscious of his pupils' emotions as well as his own so that a smooth learning situation can be sustained in the class. Parents should also be aware of this fact in order to boost healthy growth of their wards. On the other hand, pupils have to be assisted to understand and develop their emotions to make them able to lead an adjusted life, to live smoothly with other pupils and others at home and outside. An individual's basic requirements, desires, and hopes, his values of life, and his life conditions all generate his emotions. Children of different age groups show the same emotions differently. With advancing age and acquisition of verbal skills, many emotional reactions tend to be hidden and become substitute expressions. For example, mannerism to irate. Along with physical and mental development, a process of socialization happens. The positive influences of school situations such as game, lessons, teachers' personal impact, and emulation of colleagues constantly work on a child socializing his emotional expressions. Complement of emotion in certain cases may prove more painful and harmful to a child. A child, when emotionally aroused, adds to his burden by trying to conceal it. His actions may become crude and funny, inviting ridiculous screenplay from others. In extreme cases, it may affect his health. എന്താ മനസ്സിലായേ തസ്രീഫ? മനസ്സിലായേ? ഇമോഷൻസ് ആണ് സ്കൂളിലൊക്കെ ഉള്ള സിറ്റുവേഷൻസ് അനുസരിച്ചുള്ള അതാണ് മാം. അതാണ് മനസ്സിലായത് അല്ലേ? ആ. റോൾ ഓഫ് സിറ്റുവേഷൻസ് അതെ.
അതായത് വികാരങ്ങളുടെ പങ്ക് അല്ലെ, റോൾ ഓഫ് ഇമോഷൻസ് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റില് അല്ലെങ്കിൽ ആ കുട്ടിയുടെ വളർച്ചാ സ്റ്റേജില് എങ്ങനെയൊക്കെയാണ് ഓരോ ഇമോഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക അല്ലെ. അതായത് കുട്ടി ചെറുതായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇമോഷൻസ് ആയിരിക്കില്ല കുറച്ചും കൂടി വലുതാകുമ്പോൾ ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ തന്നെ കുറച്ചും കൂടി ഡെവലപ്പ് ആയി കഴിയുമ്പോൾ എന്താണ് ഓരോരോ കാര്യങ്ങളിൽ എന്ത് വരും, ഇമോഷൻസിൽ എന്ത് വരും, വ്യത്യാസങ്ങള് വരാനായിട്ട് തുടങ്ങും. പക്ഷേ എന്നിരുന്നാലും ഇമോഷൻസ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ മനുഷ്യരിലും എല്ലാ സ്റ്റേജിലും ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അതിപ്പോ ഫ്രണ്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ ടീച്ചേഴ്സ് ഉണ്ട്, പാരന്റ്സ് ഉണ്ട്, സിസ്റ്റേഴ്സ് ബ്രദേഴ്സ്, സ്കൂള്, അതുപോലെ നമ്മുടെ വീട്ടു സാഹചര്യങ്ങള് എന്നിവയില് എന്തുണ്ട്, ഓരോ കുട്ടിക്കും എന്തുണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള ഇമോഷൻസ് ആണ് ഉണ്ടായിരിക്കുക അല്ലെ. ഒരു കുട്ടിക്ക് പാരന്റ്സിനോടുള്ള ഇമോഷൻസ് ആയിരിക്കില്ല ടീച്ചേഴ്സിനോട് ഉണ്ടാവുക, ടീച്ചേഴ്സിനോടുള്ള ഇമോഷൻസ് ആയിരിക്കില്ല ഫ്രണ്ട്സിനോട് ഉണ്ടാവുക. ഓരോന്നും എന്തായിരിക്കും, വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോ എന്താ പറയാ, ഇമോഷൻസ് ഇല്ലാത്ത ആരും തന്നെ ഈ ഭൂമിയിൽ ഇല്ല. എല്ലാവർക്കും എന്തുണ്ട്, ഇമോഷൻസ് ഉണ്ട്. ആ ഇമോഷൻസ് ഒരു പരിധി വരെ എന്ത് ചെയ്യും, നമ്മളെ കൂടുതൽ ഗ്രോ ചെയ്യാനായിട്ട് സഹായിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. അതുപോലെ തന്നെ ഒരു സ്കൂൾ സാഹചര്യത്തിൽ നോക്കുമ്പോൾ, ഒരു സ്കൂളിന്റെ സാഹചര്യം എൻവയൺമെന്റ് നോക്കുമ്പോൾ, ഒരു ടീച്ചറിന്റെ, അതായത് ഒരു ടീച്ചർ എന്ന രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ടീച്ചർ എന്ത് ചെയ്യണം, സ്വന്തം വികാരങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ സ്വന്തം ഇമോഷൻസിനെ കുറിച്ച് ബോധവാന്മാരായിരിക്കണം. അതുപോലെ തന്നെ കുട്ടികളുടെ ഇമോഷൻസിനെ കുറിച്ച് എന്ത് ചെയ്യണം, ബോധവാന്മാർ, അവര് അവെയർ ചെയ്തിരിക്കണം. എന്താണ് കുട്ടികൾ, ഓരോ, ഞാൻ പറഞ്ഞു കുട്ടികൾ എന്ന് പറയുന്നത് ഓരോരുത്തരും ഡിഫറെന്റ് ആണ് അല്ലെ. ഒരു കുട്ടിക്ക് ഉണ്ടായിരിക്കേണ്ട ഇമോഷൻസ് ആയിരിക്കില്ല വേറെ കുട്ടിക്ക് ഉണ്ടായിരിക്കേണ്ടത്. ഒരു കുട്ടിക്ക് ഒരു സമയത്ത് ചിലപ്പോ ദേഷ്യമായിരിക്കും ഉണ്ടായിരിക്കുക, അതിന്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന കുട്ടിക്ക് ചിലപ്പോ ഭയങ്കര ചിരിയായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ രണ്ടുപേരുടെ ഇമോഷൻസ് തമ്മിൽ എന്തുണ്ട്, ഡിഫറൻസ് ഉണ്ട് അല്ലെ. ഇപ്പൊ ഒരു ടീച്ചർ ക്ലാസ്സിലേക്ക് വരികയാണെന്ന് വിചാരിക്കുക, എക്സാം പേപ്പറുമായിട്ടാണ് വരുന്നതെന്ന് വിചാരിക്കുക. അതിനകത്ത് ഏറ്റവും മാർക്ക് കൂടിയ കുട്ടി ഉണ്ടാകും, അതുപോലെ തന്നെ ഏറ്റവും മാർക്ക് കുറഞ്ഞ കുട്ടി ഉണ്ടാവും അല്ലെ. ഇവരുടെ രണ്ടുപേരുടെ ഇമോഷൻസ് തമ്മിൽ വ്യത്യാസം ഉണ്ടാവോ പേപ്പർ കയ്യിൽ കൊടുക്കുമ്പോ? അതായത് ഒരു മാർക്ക് കിട്ടിയ കുട്ടിയുണ്ട്, 50-ൽ 1 മാർക്ക് കിട്ടിയ കുട്ടിയുണ്ട്, 50-ൽ 50 മേടിച്ച കുട്ടിയുണ്ട്. രണ്ടുപേരുടെ ഇമോഷൻസ് എന്തായിരിക്കും, നിങ്ങളൊന്ന് പറഞ്ഞേ. രണ്ടുപേരുടെ ഇമോഷൻസ് എന്തുണ്ടാവും അറ്റ് എ ടൈം? ഡിഫറെന്റ് ആയിരിക്കും മാം. വ്യത്യാസം ആയിരിക്കില്ലേ, ഓപ്പോസിറ്റ് ആയിരിക്കില്ലേ? 50-ൽ 50 മേടിച്ച കുട്ടിയുടെ ഇമോഷൻ എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലെ. ആ കുട്ടിക്ക് ആ ലോകം കീഴടക്കി എന്നുള്ളൊരു ധാരണയായിരിക്കും ഉണ്ടായിരിക്കുക. എന്നാൽ 50-ൽ 1 മേടിച്ച കുട്ടിയുടെ ഇമോഷൻ എന്തായിരിക്കും, ഞാൻ ഈ ലോകത്ത് ഒന്നുമല്ല, എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല, ഞാൻ വെറും ബിഗ് സീറോയാണെന്നുള്ളൊരു ഇമോഷൻ ആയിരിക്കും ആ കുട്ടിക്ക് ഉണ്ടായിരിക്കുക. ഈ രണ്ട് കുട്ടികളുടെ ഇമോഷൻസ് മനസ്സിലാക്കി പെരുമാറുന്നതാണ് എന്ത്, യഥാർത്ഥ ടീച്ചർ ചെയ്യേണ്ടത്. 50-ൽ 50 മേടിച്ച കുട്ടിയെ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് പകരം 50-ൽ 1 മേടിച്ച കുട്ടിയെ കൂടുതൽ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യേണ്ടത്. അതായിരിക്കണം ഒരു നല്ല ടീച്ചർ ആവേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോ ഇതാണ് പറയുന്നത്. അതായത് നമ്മളിപ്പോ ചെറുപ്പത്തിലേ കണ്ടുവന്ന, അതായത് ഇപ്പോഴുണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ, ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതായത് നല്ല മാർക്ക് മേടിച്ച കുട്ടികളോട്, ഇപ്പോഴും ഉണ്ടോന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല, എല്ലാവരും ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ പുതിയ സർക്കുലറൊക്കെ പ്രകാരം അങ്ങനെ ഡിഫറൻഷ്യൽ ആയിട്ട് കാണരുതെന്നൊക്കെയാ പറയുന്നത്. എന്നാലും മുമ്പെന്നൊക്കെ പറഞ്ഞാല് കൂടുതലും, അതായത് കൂടുതൽ മാർക്ക് മേടിക്കുന്ന കുട്ടികളോട് ഒരു പ്രത്യേക കാറ്റഗറി ഓഫ് ടീച്ചേഴ്സിന് കൂടുതൽ താല്പര്യമാണ് ഉണ്ടാവുക. അവരോട് ഭയങ്കര അറ്റാച്ച്മെന്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്നാല് തീരെ ബാക്കോട്ട് നിൽക്കുന്ന കുട്ടികളോട് കുറച്ച് അകലം പാലിച്ചിട്ടായിരിക്കും ടീച്ചർ നിൽക്കുന്നുണ്ടാവുക. അവിടെ ആ ടീച്ചർ ചെയ്യുന്നത് തെറ്റായ കാര്യമാണ്. കാരണം രണ്ടുപേരുടെ ഇമോഷൻസ് അവിടെ വ്യത്യസ്തമാണ്. രണ്ട് കാറ്റഗറി ഓഫ് പീപ്പിൾ ഉണ്ടല്ലോ അവിടെ. അതായത് നല്ല രീതിയിൽ മാർക്ക് മേടിച്ച് ടീച്ചറുടെ പ്രീതി സമ്പാദിക്കുന്ന ഒരു കൂട്ടം സ്റ്റുഡൻസ് ഉണ്ട്, ടീച്ചറുടെ പ്രീതി സമ്പാദിക്കാതെ മാർക്ക് കുറവ് മേടിക്കുന്ന ഒരു കൂട്ടം കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് അവിടെ ഉണ്ട്. അപ്പൊ ഈ രണ്ട് ടൈപ്പ് ഓഫ് പീപ്പിൾസ് എന്താണ്, ഇത് രണ്ടുപേരുടെയും ഇമോഷൻസ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ആ ഇമോഷൻസിനെ അന്നത്തെ കാലത്തെ ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ഓക്കെ, പക്ഷെ അത് തെറ്റായ ഒരു പ്രവണതയാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. കുട്ടികളെ അടുത്തറിഞ്ഞത്, അവരുടെ കുറവുകളൊക്കെ കണ്ടറിഞ്ഞ് അവരുടെ വികാരങ്ങളെ മനസ്സിലാക്കി അവരുടെ കാര്യങ്ങൾ ചെയ്തു. സച്ചിന മ്യൂട്ട് ചെയ്യട്ടോ.
ഓക്കെ, അപ്പൊ അതാണ് അവിടെ ഒരു പോയിന്റ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ടീച്ചേഴ്സ് കുട്ടികളെ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാല് ആ ക്ലാസ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ മുമ്പോട്ട് പോകും, നല്ല രീതിയിൽ സുഗമമായിട്ട് ആ ക്ലാസ് മുമ്പോട്ട് പോകും, നല്ല രീതിയിൽ ഒരു ഡെവലപ്മെന്റ് ആ ക്ലാസ്സിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് സമൂഹത്തിൽ, അതായത് നമ്മുടെ സൊസൈറ്റിയില് ആളുകളുമായിട്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട് അല്ലെ, ആളുകളുമായിട്ട് ഇടപഴകാനും അവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാനും അതുപോലെ തന്നെ അത് വികസിപ്പിക്കുവാനും വിദ്യാർത്ഥികളെ കൊണ്ട് പറ്റണം, അതായത് കുട്ടികളെ കൊണ്ട് പറ്റണം. സമൂഹത്തിൽ പലതരത്തിലുള്ള ആളുകളുണ്ട് അല്ലെ, അതായത് നമ്മള് ഓരോരുത്തരും, ഞാൻ പറഞ്ഞു, പല സാഹചര്യങ്ങളിൽ നിന്നാണ് വരുന്നത് അല്ലെ. നമ്മൾ പല ആളുകളുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരെ എന്ത് ചെയ്യണം, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ഇപ്പൊ ഞാൻ കുറച്ച് ദിവസം ഹോസ്പിറ്റലിലായിരുന്നു, പനിയും കഫക്കെട്ടൊക്കെ ആയിട്ട് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. ഒരാഴ്ചയോളം ഞാൻ അവിടെ കിടന്നു. ഞാനൊരു വാർഡിലാണ് കിടന്നത്. അപ്പോ ആ ഒരു വാർഡില് ഡിഫറെന്റ് കൈൻഡ് ഓഫ് പീപ്പിളിനെ ഞാൻ കണ്ടു, പലതരത്തിലുള്ള ആളുകളെ ഞാൻ കണ്ടു. പലതരത്തിലുള്ള രോഗങ്ങളുമായിട്ട് വന്നവര്, പലതരം ഇമോഷൻസ് ഉള്ളവര്, എന്താ പറയാ, ഫാമിലിയില് ആരും കൂടെ നിൽക്കാനായിട്ട് ബൈസ്റ്റാൻഡർ ആയിട്ട് നിൽക്കാനായിട്ട് ഇല്ലാത്തവര്, രണ്ടുമൂന്ന് ആളുകള് അതായത് അനാഥരായിരുന്നു, അതായത് പ്രായമായിട്ടുള്ള കുറച്ച് രണ്ടുമൂന്ന് വല്യമ്മമാരുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള പല പല ആളുകളോട് സംസാരിച്ചു, പല ആളുകളുമായിട്ട് കുറെ നേരം വയ്യാഴിക ഉണ്ട് എന്നാലും കൂടി അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ കേട്ടു. കുറെ കാര്യങ്ങൾ അവർ പറഞ്ഞതൊക്കെ, ആളുകൾ പറയുന്നതൊക്കെ കുറെ കേട്ടു. അപ്പോ ഇതിൽ നിന്നൊക്കെ മനസ്സിലായത് ആളുകൾ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്, അവരുടെ ഇമോഷൻസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. നമ്മൾ വിചാരിക്കും നമ്മൾക്കാണ് കൂടുതൽ പ്രശ്നമുള്ളത്, നമ്മളാണ് ഈ ലോകത്ത് ഇപ്പോ ഈ ഒരു സ്റ്റേജിൽ ഇരിക്കുന്നത്, നമുക്കാണ് ഇപ്പോ അസുഖം ബാധിച്ച് ഭയങ്കരമായിട്ട് എന്താ പറയാ ഡൗൺ ആയിട്ട് ഇരിക്കുന്നത് നമ്മൾ വിചാരിക്കും. പക്ഷെ ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അപ്പൊ നമ്മൾ കരുതും, അയ്യോ അല്ല, നമ്മള് ഭാഗ്യം ചെയ്തവര് തന്നെയാണ്. കാരണം അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള ഒന്നാണ്. കാരണം ഞാൻ കണ്ട കാഴ്ചയാണ്. കാരണം ഒരാള് പോലും കൂടെ നിൽക്കാനില്ലാതെ ഒരു വല്യമ്മ കാല് കട്ടികടിച്ചതാണ്, വന്നിട്ട് അവിടെ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. ആരുമില്ല നിൽക്കാനായിട്ട്. ഡെയിലി ഇതൊക്കെ മാറ്റണം, നന്നായിട്ട് ആഴത്തില് മുറിവുണ്ടായിരുന്നു. അപ്പോ ആ വല്യമ്മക്ക് ഡെയിലി ഡ്രസ്സ് ചെയ്യണം, കാല് ഡ്രസ്സ് ചെയ്യണം. അപ്പൊ ഇതിനൊക്കെ ഒരാളെപ്പോഴും സഹായത്തിന് വേണം. ആ വല്യമ്മക്ക് ആണെങ്കിൽ ഒരു കാലിന് പാടില്ല, മറ്റേ കാലാണെങ്കിൽ കുറച്ച് ഹാൻഡിക്യാപ്റ്റാണ്, കുറച്ച് എന്താ നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അവരുടെയൊക്കെ എന്ന് പറഞ്ഞാല് ഭക്ഷണമൊക്കെ ഡെയിലി അവിടെ വരുന്ന ഭക്ഷണങ്ങളൊക്കെ തന്നെയാണ് കഴിക്കുന്നത്. ആരും ഇല്ല കൊണ്ട് കൊടുക്കാനും മറ്റൊന്നും ആരും ഇല്ല. അപ്പൊ അവരുടെയൊക്കെ അത് ഇതാക്കുമ്പോൾ നമ്മൾക്ക് ഒക്കെ എന്ത് ഭാഗ്യം ചെയ്തവരാണെന്ന് അന്ന് ഞാൻ ഓർത്തു. അപ്പോ ഇങ്ങനെയാണ്. അപ്പൊ കുറെ എന്താ പറയാ, എല്ലാവരുടെയും ഇമോഷൻസ് പറഞ്ഞു വന്നത് ഇങ്ങനെയാണ്, സമൂഹത്തിലേക്ക് ഇറങ്ങുകയും എല്ലാവരുടെയും ഇമോഷൻസിനെ കൈകാര്യം ചെയ്യുകയും അതൊക്കെ മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് കൂടുതൽ വളരാനായിട്ട് സാധിക്കും. അത് കുട്ടികളെ എന്ത് ചെയ്യണം, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എല്ലാ ആളുകളുമായിട്ടും ഇന്ററാക്ട് ചെയ്യാനായിട്ട് കുട്ടികളെ പറഞ്ഞ് കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ വേറെ പ്രധാനപ്പെട്ട ഒന്നും ഇവിടെ പറയുന്നുണ്ട്. ഒരു ഇൻഡിവിജ്വൽ, ഒരു പേഴ്സൺ, ഒരു വ്യക്തിയുടെ പ്രൈമറി നീഡ്സ്, ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ ഉണ്ടല്ലോ. എന്തൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ എന്ന് പറയുന്നത്? ഫുഡ് ഉണ്ട്, വാട്ടർ, അതുപോലെ തന്നെ ക്ലോത്ത്, ഡ്രസ് ഉണ്ട്, ദെൻ ഷെൽട്ടർ. ഇതൊക്കെയാണ് എന്ത് പ്രൈമറി നീഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവന്റെ ആഗ്രഹങ്ങൾ, കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ മനുഷ്യനായാലും, അവന്റെ പ്രതീക്ഷകള്, പിന്നെ അവന്റെ ജീവിത മൂല്യങ്ങൾ, ലൈഫ് വാല്യൂസ്, പിന്നെ ജീവിത സാഹചര്യങ്ങൾ, അവന്റെ ലൈഫ് സിറ്റുവേഷൻസ് എന്നിവയെല്ലാം അവന്റെ ഇമോഷൻസിനെ ജനിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് എനിക്കിപ്പോ എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ട്, എനിക്കിപ്പോ ഒരാളാകണം എന്ന് ഞാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, എന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് നിറവേറ്റാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ, എന്റെ പ്രതീക്ഷകള് എനിക്ക് കുറച്ചും കൂടി ഉയർത്താനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിലൊക്കെ എന്താണ് ഈ ഒരു അതിന്റെ ഇമോഷൻസ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കുള്ളൂ. ഓക്കെ, ഇപ്പൊ എനിക്ക് എന്താ പറയാ, എനിക്കിപ്പോ ഇന്ത്യൻ പ്രസിഡന്റ് ആവാനാണ് ആഗ്രഹം എന്ന് വിചാരിക്കാം.
ഓക്കെ, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം അല്ലെ? എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, എനിക്കത് കിട്ടുള്ളൂ അല്ലെ? അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ എന്നിൽ ഉണ്ടാകുന്ന ഇമോഷൻസ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഓക്കെ, അതായത് ഞാൻ അവിടെ തീരെ ഡൗൺ ആയല്ല പോകുന്നത്, കുറച്ചും കൂടി സ്ട്രോങ് ആവുക ചെയ്യുന്നത് അല്ലെ? എന്റെ മൈൻഡിന് എന്ത് ചെയ്യും, കുറച്ചും കൂടി സ്ട്രോങ് ആക്കുക ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ആരുമില്ലാത്ത, ഞാൻ പറഞ്ഞില്ലേ ആരുമില്ലാത്ത ആളുകളുണ്ട് അല്ലെ? അവരുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങള്, ഈ ലോകത്ത് ആരും തന്നെ ഇല്ല അവർക്ക് കൂട്ടായിട്ട്, അവർക്ക് അവര് മാത്രമേ ഉള്ളൂ. അവരുടെ മൈൻഡ് എന്ന് പറയുന്നത് എന്താണ്, കുറച്ചും കൂടി സ്ട്രെങ്ത് ആവും, കൂടുതൽ നമ്മളെക്കാളും ഉപരി എന്താണ് അവരുടെ മൈൻഡ് എന്ന് പറയുന്നത് കുറച്ചും കൂടി പവർഫുൾ ആയിരിക്കുള്ളൂ. ഓക്കെ, അപ്പൊ അവരുടെ ഇമോഷൻസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളെക്കാളും ഡിഫറെന്റ് ആയിരിക്കുള്ളൂ. അങ്ങനെയാണ് പറയുന്നത് കേട്ടോ, ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇവിടെ വേറൊരു കാര്യം പറയുന്നത്, വ്യത്യസ്ത പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഒരേ തരത്തിലുള്ള, അതായത് ഇപ്പൊ ഒരേ ടൈപ്പ് ഓഫ് ഏജ് ആണെങ്കിൽ അവരുടെ ഇമോഷൻസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കുള്ളൂ. ഇപ്പൊ ഒരു 2-3 വയസ്സുള്ള കുട്ടികൾ എടുക്കുക, അല്ലെങ്കിൽ 1-2 വയസ്സുള്ള കുട്ടികളൊക്കെ എടുക്കുക, അവരുടെ ക്യാരക്ടർ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് എന്നൊക്കെ പറയുന്നത് സെയിം തന്നെ ആയിരിക്കുള്ളൂ. എല്ലാ കുട്ടികളിലും നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ പൊതുവെ ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളിലും കാണുന്നത് അല്ലെ? ഇപ്പൊ നമുക്കറിയാലോ, നമ്മൾ പറയില്ലേ കൗമാരപ്രായക്കാര്, അഡൽട്ട് ഏജ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, കൂടുതൽ അറ്റാച്ച്മെന്റ് അട്രാക്ഷൻ ഒക്കെ ഉള്ള ഒരു ഏജ് ഗ്രൂപ്പാണ് അവരല്ലേ? അതായത് കൂടുതൽ സൗഹൃദങ്ങള്, കൂടുതൽ പ്രണയങ്ങള്, ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു ഏജ് ഗ്രൂപ്പാണ് എന്ത്, ഈ ഒരു അഡൽട്ട് അല്ലെ, ആ ഒരു കൗമാരപ്രായം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അവരുടെ ഇമോഷൻസ് എന്നൊക്കെ പറയുന്നത് എന്താണ്, എല്ലാ പ്രായക്കാരിലും ആ സെയിം ഇമോഷൻസ് തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. മാത്രമല്ല ആ ഒരു ഏജ് ഗ്രൂപ്പ്, ഞാനിപ്പോ അത് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഏജ് ഗ്രൂപ്പിനെ എടുത്ത് കാണിക്കുന്നേ, അല്ലാണ്ട് വേറെ ഇതൊന്നുമില്ല. ആ ഒരു ഏജ് ഗ്രൂപ്പിൽ നമുക്ക് നോക്കിയാൽ അറിയാം അവരുടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഹോർമോൺസ്, അതായത് ഡോപ്പാമിൻ, അതുപോലെ തന്നെ ഓക്സിറ്റോസിൻ, അങ്ങനെയുള്ള ഹോർമോൺസ് എന്താണ് കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഒരു 16, 17, 18, 19 ആ ഒരു ഏജ് ഗ്രൂപ്പ് വരെ. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ആ ഹോർമോൺ ഉത്പാദനം കൊണ്ട് തന്നെയാണ് അവരുടെ ആ ഒരു ഏജിൽ കൂടുതൽ സൗഹൃദങ്ങളും അതുപോലെ തന്നെ പ്രണയങ്ങളും ഒക്കെ ഉണ്ടാവാനായിട്ട് കാരണം. ഓക്കെ, അതായത് ഈ ഒരു ഇമോഷൻസ് കൂടുതൽ ഹോർമോൺ ഉത്പാദനം കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇമോഷൻ വരുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക്. അപ്പൊ ആ ഒരു കാറ്റഗറിയെ നമുക്ക് എടുത്തു നോക്കിയാല്, ടീനേജ്, ആ ഒരു കാറ്റഗറിയെ നമുക്ക് എടുത്തു നോക്കിയാൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും എന്താണ്, എല്ലാവർക്കും ഓൾമോസ്റ്റ് എന്താണ് സെയിം ഈ ഒരു ഇത് തന്നെയാണ് ഉണ്ടാവുക. പിന്നെ കുറച്ചും കൂടി ആളുകൾ എന്ത് ചെയ്യും, കൂടുതൽ പഠിത്തത്തിലും മറ്റുമൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് കുറച്ചും കൂടി കുട്ടികൾ അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. അതിൽ പൊതുവെ നമുക്ക് ഏതൊരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു എന്താ പറയാ ജേർണൽ എടുത്ത് നോക്കിയാലും അതിനകത്തൊക്കെ കാണുന്നത് തന്നെയാണ് ഈ ഒരു ഏജ് ഗ്രൂപ്പിനെ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത്. ഇപ്പൊ ഒരു ഇമോഷൻ, ഇപ്പൊ ഇവിടെ പറയുന്നത് കുട്ടികളിലാണെങ്കിലും കുഞ്ഞു കുട്ടികളിലൊക്കെ ആണെങ്കിലും നമുക്കറിയാം അല്ലെ, അവർക്ക് വാശി ഉണ്ടാവും, കരച്ചിലുണ്ടാകും. ഒരു അസുഖം വന്നാൽ ഭയങ്കര വാശിയായിരിക്കുള്ളൂ, ഭയങ്കര കരച്ചിലായിരിക്കുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാ, അതായത് ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാറ്റഗറി അങ്ങനെയാണ്. ഓക്കെ, ആ ഒരു സെയിം ഗ്രൂപ്പില്, ഏജ് ഗ്രൂപ്പില് നമുക്ക് ഒരേ ഇമോഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ കുട്ടികൾ കൂടുതൽ ഗെയിം കളിക്കുന്നു, അതുപോലെ തന്നെ കുട്ടികൾക്ക് കൂടുതൽ ലെസൺ ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ തന്നെ ചില ടീച്ചേഴ്സ് റോൾ മോഡൽ ആവാറുണ്ട് അല്ലെ? നമുക്കറിയാലോ, അതായത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഓരോ കാലഘട്ടത്തിലും ഇപ്പൊ നിങ്ങള് സ്കൂള് ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്ന ആളുകളാണ്, എല്ലാം കഴിഞ്ഞ് വന്നിരിക്കുന്ന ആളുകളാണ്. അപ്പൊ അങ്ങനെ നിങ്ങളോട് ഒരു ടീച്ചറിനെ ചോദിച്ചാല്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടീച്ചറെ ചോദിച്ചാൽ നിങ്ങൾ പറയില്ലേ, ആരാണെന്ന് പറയില്ലേ? നിങ്ങളുടെ സ്കൂൾ കാലഘട്ടത്തില് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും മായാതെ നിൽക്കുന്ന ചില ടീച്ചേഴ്സ് ഉണ്ടാവും അല്ലെ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ കുറെ ടീച്ചേഴ്സ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, കുറെ ആളുകളുടെ മുഖം നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു ടീച്ചറെ ഉണ്ടാവുള്ളൂ അല്ലെ? നിങ്ങൾക്കും ഉണ്ടാവും അങ്ങനെ ഒരു ടീച്ചർ ഇല്ലേ? നിങ്ങൾക്കില്ലേ ഒരു ടീച്ചർ ഇല്ലേ അങ്ങനെ? ഉണ്ടല്ലേ? ഓക്കെ, രമ്യ രമേശ്, ആ ടീച്ചറെ കുറിച്ച് ഒന്ന് പറഞ്ഞേ. ആ ടീച്ചർ എന്തുകൊണ്ടാണ് മുകളിൽ സ്വാധീനം ചെലുത്തിയിരിക്കുന്നത്, എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത്? എന്റെ ഫേവറേറ്റ് ടീച്ചർ എന്ന് പറയുന്നത് അൽഫോൺസ് സിസ്റ്റർ എന്നാണ് പേര്. സിസ്റ്റർ ആണ് എന്റെ ക്ലാസ് ടീച്ചർ ആയിരുന്നു. ഡിഗ്രിക്ക് 3 വർഷം ക്ലാസ് ടീച്ചർ ആയിരുന്നു. അപ്പോ എന്താ പറയാ, ഒരു മറ്റുള്ള സിസ്റ്റർമാരെ വെച്ച് നോക്കുമ്പോ ഇന്നൊക്കെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരുന്നു സിസ്റ്ററുടെ. ഓരോ കുട്ടികളുടെയും സ്വഭാവം അറിഞ്ഞ്
അവരോട് ഇപ്പൊ പഠിക്കുന്ന കുട്ടി പഠിക്കാത്ത കുട്ടി അങ്ങനെയുള്ള ഒരു വേർതിരിവൊന്നും സിസ്റ്റർ കാണിക്കില്ല. പിന്നെ ഞങ്ങൾക്ക് വേൾഡ് ഹിസ്റ്ററി ഒക്കെയാണ് സിസ്റ്റർ എടുത്തിട്ടുണ്ടായിരുന്നത്. എമർജൻസ് ഓഫ് ദി മോഡേൺ വേൾഡ് അങ്ങനെയുള്ള പേപ്പറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിസ്റ്റർ ഓരോ എന്താ പറയാ ഓരോ ടോപ്പിക് എടുക്കുമ്പോഴും ആ ടോപ്പിക്കിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ ഞങ്ങൾക്ക് സിസ്റ്റർ ദിവസം ഡിബേറ്റുകൾ നടത്തും. ഓരോ ടോപ്പിക്കും ഓരോ ദിവസം തരും. എന്നിട്ട് ക്ലാസ്സിന് 58 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അവരെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് അപ്പോൾ ഫോറും അഗെയിൻസ്റ്റും പറയിപ്പിക്കും. അങ്ങനെ ഓരോ ടോപ്പിക്കും ഓരോ ദിവസം പഠനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ മൊത്തം. പിന്നെ ഏതൊരു സ്റ്റുഡന്റിനായാലും ഞങ്ങൾ ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റുഡന്റിനും സിസ്റ്റം മറക്കാൻ പറ്റില്ല. ആള് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ PGക്ക് അവിടെ തന്നെ ചേർന്നു. തൃശ്ശൂർ സെന്റ് മേരീസ് കോളേജിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. സിസ്റ്റർ ഞങ്ങളുടെ ഡിഗ്രി കഴിഞ്ഞ സിസ്റ്റർ സ്വന്തം വീട് ആളുടെ പാലക്കാടാണ്. അപ്പൊ അവിടേക്ക് ട്രാൻസ്ഫർ ആയി പോവാണ് ചെയ്തത്. ഞങ്ങൾക്ക് ഒത്തിരി മിസ് ചെയ്തു. അപ്പൊ ഓരോ സ്റ്റുഡന്റിന്റെയും ഒപ്പം ചേർത്ത് നിർത്താം. സിസ്റ്റർ അങ്ങനെയാണ്. ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ആ കുട്ടി എങ്ങനെയാണ് ആളുടെ ഇമോഷൻസ് മനസ്സിലാക്കിയിട്ട് പെരുമാറുന്ന ഒരു സിസ്റ്റർ ആയിരുന്നു. ഇപ്പൊ എന്താ പറയാ പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ അവരെ ഒന്നും കൂടി മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത്രയും സ്ട്രെസ് എടുത്ത് അവരെ കൂടെ നിന്ന് ഇപ്പൊ നമ്മള് മറ്റുള്ള കുട്ടികളോട് പറയും അവരെ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ട് ഓരോരുത്തർക്ക് ആ കുട്ടികളെ കൊടുക്കും. എന്താ പറയാ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് സിസ്റ്ററും സിസ്റ്ററെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ ഫ്രീ അവേഴ്സ് കിട്ടും, ആ സമയത്തൊക്കെ അവരെ പഠിപ്പിക്കാൻ മാത്രമല്ല അവരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനായാലും ഇപ്പോ അവരെ ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും, മോറൽ സപ്പോർട്ടും മെന്റലി സപ്പോർട്ടും ഒക്കെ കൊടുത്തിട്ട് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞാൻ ഒരുപാട് വർഷങ്ങള് വിളിക്കാറുണ്ട്. ഇപ്പൊ ഒരു 4-5 വർഷമായിട്ട് വിളിക്കാറില്ല. എന്താ വെച്ചാൽ ഞാൻ എവിടെ എത്താതെ പോയി. എന്താ പറയാ എനിക്ക് പറയാൻ പറ്റില്ല അത്രയും ഓക്കെ താങ്ക് യു. ഇനി വേറെ ആർക്കെങ്കിലും ഉണ്ടോ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്ന ടീച്ചർ? വേറെ ആർക്കും ഇല്ല? ടീച്ചറെ രമ്യ സജി പറഞ്ഞോളൂ. ഞാൻ ഇതേപോലെ 5ാം ക്ലാസ് വരെ പഠിച്ച് ഒരു ഗവൺമെന്റ് സ്കൂളാണ്. അത് കഴിഞ്ഞിട്ട് അന്നൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് JTS ജൂനിയർ ടെക്നിക്കൽ സ്കൂൾ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. 5ാം ക്ലാസ്സിൽ ഒരു ടെസ്റ്റ് എഴുതി ഞങ്ങളൊരു ക്ലാസ് വരെ പകുതിയോളം ആ സ്കൂളിലേക്ക് പോയി. അത് കഴിഞ്ഞ് 9th വരെ ഞങ്ങൾ അവിടെ പഠിച്ചു. 9th-ലായി കഴിഞ്ഞപ്പോ അത് ഡിപ്ലോമ ആയി. അപ്പൊ ഇവര് അപ്പൊ ഈ 5ാം ക്ലാസ് മുതൽ ഞങ്ങൾക്ക് ഒരു മേരി എന്ന് പറഞ്ഞ ടീച്ചർ അവിടെ ചെന്നപ്പോ മുതൽ ഞങ്ങൾക്ക് ക്ലാസ് അവിടെയൊക്കെ 5 മുതൽ 9 വരെ ഒറ്റ ക്ലാസ് ടീച്ചറാണ്. അന്ന് മുതൽ നമ്മള് 6ാം ക്ലാസ്സിലേക്കും ഈ ടീച്ചർ തന്നെയാണ് നമ്മുടെ ക്ലാസ് ടീച്ചറായിട്ട് വരിക. ഞങ്ങൾക്ക് ഈ ഒരു ഇത് തന്നത് സ്കൂള് അടയ്ക്കുന്ന ടൈമിൽ 8ാം ക്ലാസ് അടയ്ക്കുന്ന ടൈമിലാണ്, പരീക്ഷ കഴിഞ്ഞ ടൈമിലാണ് അവർ റിപ്പോർട്ട് തന്നെ ഇനി ഇവിടെ സ്കൂളില്ല കോളേജ് ആക്കുന്നത്. ഞങ്ങളുടെ പാരന്റ്സിനോട് ഞങ്ങളോട് ഒപ്പം നിന്ന് ഈ സ്കൂളിനും ഇതിനൊക്കെ വേണ്ടി ആ ടീച്ചർ ഒരുപാട് നമുക്ക് വേണ്ടി ഇങ്ങനെ ചെയ്ത് ശരിക്കും ടീച്ചർ മക്കൾക്ക് വേണ്ടി എന്തൊക്കെ ഇത് ചെയ്യുമോ അതുപോലെ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി വാദിച്ചു. പക്ഷെ നിയമത്തിന്റെ ഒരു ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാലും ടീച്ചറെ ഞങ്ങൾക്ക് വേണ്ടിയാ ചെയ്തതൊക്കെ ഓർമ്മ ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് ടീച്ചറെ ഇങ്ങനെ ഓർക്കും. ടീച്ചർ നമ്പറൊന്നും ഞങ്ങളുടെ കയ്യിലില്ലാതെ പെട്ടെന്നാണ് നമ്മൾ ആ ഒരു വിഷമാവസ്ഥ എന്നുള്ളത് അനുഭവിക്കുന്നത്. നമ്മുടെ ആ ഏജിന്റെ ഇതൊക്കെ അനുഭവിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. 8ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിന് പെട്ടെന്നാണ് അത് ജൂനിയർ ടെക്നിക്കൽ സ്കൂൾ പറഞ്ഞാൽ അവിടെ നമ്മൾ പഠിക്കുന്നതും ഇപ്പുറം പഠിക്കുന്നതും 2 വ്യത്യാസവും. നമ്മുടെ ഫ്യൂച്ചർ തന്നെ അവിടെ ഇതാവുന്ന രീതിയിലാണ് അവർ നമ്മളെ വേറെ സ്കൂളിലേക്ക് ഇട്ടത്. അപ്പൊ അതിനൊക്കെ ഇതിനു വേണ്ടി ഒത്തിരി ഇത് ചെയ്ത ടീച്ചറാണ്. ഇല്ലേ അമ്മ എന്നോട്ടെ എല്ലാവർക്കും ഭയങ്കര ഒരു ഇതായിരുന്നു. ഭയങ്കര സ്വന്തം മക്കളോട് പെരുമാറും. ടീച്ചറുടെ മുന്നിൽ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. പക്ഷെ അവളോട് പ്രത്യേക കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങളോട് എങ്ങനെയോ അതുപോലെ അവളോട് അങ്ങനെ നല്ലൊരു ടീച്ചറായിരുന്നു. ഒരിക്കലും ആ ടീച്ചറെ മറക്കാൻ കഴിയില്ല. നമ്മളൊക്കെ ചെയ്യാതെ കിടന്ന് അടുത്തോടെ കുട്ടികളോട് ചോദിച്ചിട്ട് എന്താ വരാത്തത് എന്ന് ചോദിച്ച് അങ്ങനെ ഭയങ്കര ഒരു എല്ലാം കൊണ്ട് നമുക്ക് മെന്റലി ഒക്കെ ഭയങ്കര സപ്പോർട്ടുള്ള ടീച്ചറായിരുന്നു. ഓക്കെ താങ്ക് യു. അപ്പോ ഞാനിത് ചോദിക്കാൻ കാരണം എന്താന്ന് വെച്ചാല് ഒരു ടീച്ചർ എന്ന രീതിയിൽ എന്താ പറയാ ഓരോ കുട്ടികൾക്കും എന്താ പറയാ ഇൻഡിവിജ്വൽ ആയിട്ട്
അവര് സ്വാധീനം ചെലുത്തുന്ന ടീച്ചേഴ്സ് ഉണ്ട്. ചിലപ്പോ ചില ടീച്ചേഴ്സിനോട് നമുക്ക് ഒരു പ്രത്യേക ചില ടീച്ചേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ് നമുക്ക് ഭയങ്കര ഇഷ്ടവും. അപ്പൊ അവര് വരുന്ന രീതി, അതായത് ക്ലാസ് റൂമിൽ കയറുന്ന ഒരു രീതി, അവരുടെ ഡ്രസ്സിങ് സ്റ്റൈല്, അവരുടെ സംസാര ശൈലി, പിന്നെ അവരുടെ മൊത്തത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അതൊക്കെ കുട്ടികളിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യും. അതല്ലാതെ കൂടുതലും പിന്നീട് വരുന്നതെന്ന് വെച്ചാല് കുട്ടികളോടുള്ള സമീപനം. ഓരോ കുട്ടികളെയും ഇൻഡിവിജ്വൽ ആയിട്ട് കെയർ ചെയ്യുന്നു. അവർക്ക് പ്രത്യേക ചില കുട്ടികളൊക്കെ ഉണ്ടാവും അല്ലെ, അതായത് ചില കുട്ടികൾ ഫിനാൻഷ്യലി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അവരെയൊക്കെ സഹായിക്കുന്ന ധാരാളം ടീച്ചേഴ്സ് ഉണ്ട്, പേഴ്സണൽ ആയിട്ട് സഹായിക്കുന്ന ധാരാളം ടീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഓരോ കുട്ടികളെയും എടുത്ത് നോക്കുമ്പോൾ ചിലർക്കൊക്കെ മാർക്കൊക്കെ കുറവാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവർക്ക് പ്രത്യേക എന്താ പറയാ, പ്രത്യേകം അവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് അവർക്ക് ലെസൺസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്. പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ചില ടീച്ചേഴ്സിന് ചില കുട്ടികളോട് പ്രത്യേക താല്പര്യം ഉണ്ടാവും. ഓരോ അക്കാദമിക് ഇയറിലും ഏതെങ്കിലും ഒരു കുട്ടിയോട്, എല്ലാവരെയും ഈക്വലായിട്ട് കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു കുട്ടിയോട് പ്രത്യേകമായിട്ടുള്ള ഒരു താല്പര്യം ടീച്ചേഴ്സിന് ഉണ്ടാകും. അവരോട് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടാകും. അവരെ കൂടുതൽ സഹായിക്കാനൊക്കെ നോക്കും. ഞാൻ പറഞ്ഞല്ലോ, ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന ധാരാളം കുട്ടികളുണ്ട് അല്ലെ. ചില കുട്ടികൾക്ക് അവരുടെ കുടുംബാന്തരീക്ഷം ചിലപ്പോൾ മോശമായിട്ടുള്ള കുട്ടികൾ ഉണ്ടാവാം, ഓർഫൻസ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാകാം. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ പ്രത്യേകം കെയർ കൊടുക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ടീച്ചർമാരെ കണ്ടു വളരുന്ന കുട്ടികൾ എന്ന് പറയുന്നത് എന്താ പറയാ, അവര് വളർന്നു വന്നിരിക്കുന്ന ആ ഒരു സ്റ്റേജിൽ എന്ന് പറഞ്ഞാല് പ്രത്യേകം അവരെന്ത് ചെയ്യുന്നുണ്ട്, മോഡൽ ആക്കുന്നു. ഓക്കെ, അതായത് ആ ടീച്ചർ ആ കുട്ടിക്ക് പകർന്നു കൊടുത്ത പാഠങ്ങൾ ഒരിക്കലും ആ കുട്ടി മറക്കില്ല. ആ കുട്ടി വളർന്നു കഴിഞ്ഞ് ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാല് ആ കുട്ടി എന്ത് ചെയ്യും, തനിക്ക് കഴിയാൻ പറ്റുന്ന, അതായത് തന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ എന്ത് ചെയ്യും, മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് നോക്കും. ആ കുട്ടി അന്ന് ഓർക്കുമാ, എനിക്ക് ചെറുപ്പത്തിലെ അല്ലെങ്കിൽ എന്റെ ആ ഒരു സ്കൂൾ കാലഘട്ടത്തില് എനിക്ക് ഈ ഒരു ടീച്ചറിന്റെ എനിക്കൊരു ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട്. എന്നോട് അന്ന് ആ ടീച്ചർ പറഞ്ഞത് ഇങ്ങനെയാണെന്ന് പറയും, നിന്നെ കൊണ്ട് കഴിയാവുന്ന ഒരു കാലത്തില് എനിക്ക് നീ ഒന്നും തിരിച്ചു തരണ്ട, നിന്നെ കൊണ്ട് പറ്റാവുന്ന അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അത് തിരിച്ചു കൊടുക്കാനായിട്ട് പറയും അല്ലെ. അങ്ങനെയല്ലേ അവർ പറയുള്ളൂ. അപ്പോ ഇങ്ങനെ വളർന്നു വരുന്ന കുട്ടികൾ എന്ന് പറയുന്നത് സമൂഹത്തിന് വലിയൊരു മാതൃകയാണ് ഉണ്ടാവുന്നത് അല്ലെ. ഇപ്പോ ആ കുട്ടിയെ ആ ഒരു ടീച്ചർ ആയിരിക്കാൻ സഹായിച്ചിട്ടുണ്ടാവുക. വളർന്നു വലുതായി നല്ലൊരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ചിലപ്പോ ഒന്നിന് പകരം 100 പേരെ സഹായിക്കാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ ഇതെന്ത് ചെയ്യും, ഇത് ജനറേഷൻ, ഇത് തലമുറയായിട്ട് എന്ത് ചെയ്യും, മാറി മാറി വന്ന് ആളുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഇവിടെയാണ് ശരിക്കും പറഞ്ഞാല് നമ്മുടെ നന്മ, കുറച്ച് മനുഷ്യരുണ്ട് അല്ലെ, അതായത് നന്മ ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തില്. അവരുടെയൊക്കെ നന്മ പറ്റാത്തത് കൊണ്ടാണ് ഇപ്പോഴും നമ്മുടെ സൊസൈറ്റി എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ മുമ്പ് പറയില്ലേ, അതായത് പണ്ടത്തെ കാലത്തെ എന്താ പറയാ, ധാരാളം എന്താ പറയാ രാക്ഷസന്മാരൊക്കെ ഉള്ള കാലഘട്ടം എന്നൊക്കെ പറയില്ലേ, നമ്മുടെ പണ്ടത്തെ പീരീഡ്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലോ, അതായത് തിന്മ ചെയ്യുന്ന ആളുകൾ മാത്രം, നന്മ ചെയ്യാനായിട്ട് ഒറ്റ മനുഷ്യരില്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ കാലഘട്ടം എന്ന് പറയുന്നത്. നമ്മൾ കുറച്ചുകൂടി നമ്മളൊക്കെ ഇപ്പോ നമ്മള് മനുഷ്യരായിട്ടൊക്കെ ഇങ്ങനെ കുറച്ച് നല്ല രീതിയിലൊക്കെ മുമ്പോട്ട് പോകുന്നത് നമ്മുടെ ഇടയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ധാരാളം കുറച്ച് നന്മ ചെയ്യുന്ന ആളുകള് ഉണ്ടായിട്ട് കൂടിയാണ് കേട്ടോ. അതൊന്ന് മനസ്സിൽ ഓർത്ത് വയ്ക്കുക. പഠിക്കാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്, എപ്പോഴും മനസ്സിൽ ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പൊ അധ്യാപകന്റെ വ്യക്തിപരമായിട്ടുള്ള സ്വാധീനം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. വ്യക്തിപരമായിട്ടുള്ള സ്വാധീനം അത് ഇപ്പൊ ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഏതൊരു, അതായത് എത്ര തരികിടയിൽ വളർന്നു വരുന്ന കുട്ടിയാണെങ്കിലും, അതായത് കുറച്ച് കുഞ്ഞായ്മയും കുറച്ച് എന്താ പറയാ കുഴപ്പങ്ങളൊക്കെ ഉള്ള പിള്ളേരൊക്കെ ഉണ്ടാവില്ലേ, അവരെയൊക്കെ നിങ്ങൾ മാണിക്കക്കൽ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, കണ്ടിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു അല്ലെ. ആ മാണിക്കക്കൽ സിനിമ നല്ലൊരു എക്സാമ്പിൾ ആണ് ഞാനിപ്പോ പറഞ്ഞ ടീച്ചേഴ്സ് അതുപോലെ തന്നെ സ്റ്റുഡന്റ് ബന്ധത്തിന് അല്ലെ. അതായത് ആ ഒരു പർട്ടിക്കുലർ, ആ ഒരു മൂവിയിൽ പറയുന്ന ഒരു പർട്ടിക്കുലർ പഞ്ചായത്ത് അല്ലെ, ആ ഒരു സ്കൂളിന്റെ പേരും പറയുന്നുണ്ട് അവിടെ. അപ്പൊ ആ സ്കൂളില് ഒരു കാലഘട്ടത്തിന് ശേഷം ആരും എന്ത് ചെയ്തിട്ടില്ല, 10th പാസ്സായിട്ടില്ല. 10th പാസ്സാക്കാൻ വേണ്ടിയിട്ട് എന്ത് വരുന്നുണ്ട്, ആര് വരുന്നുണ്ട്, പൃഥ്വിരാജ് വരുന്നുണ്ട് അല്ലെ, അതിനകത്ത് മാഷ് വരുന്നുണ്ട്. ആ മാഷ് വന്ന് എന്തൊക്കെ കാര്യങ്ങളാണ്, ആ സിനിമ നിങ്ങൾ ഓർത്താൽ മതി, വേറൊന്നും നോക്കണ്ട. ആ സിനിമയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പുള്ളി ചെയ്യുന്നത്. അത് പൈസക്ക് വേണ്ടി, ക്യാഷിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ടല്ല. അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമുണ്ട്, ആ ഒരു ഇയറില് ആ സ്കൂളിലെ 10th എല്ലാവരും എന്ത് ചെയ്യണം, പാസ്സാക്കണം. വെറുതെ പാസ്സാക്കുകയല്ല ചെയ്യേണ്ടത്,
എന്ത് ചെയ്യണം, ടോപ്പ് മാർക്കോട് കൂടി തന്നെ പാസ്സാക്കണം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് വരുന്നത്. കുറെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അല്ലെ അദ്ദേഹം. നല്ലൊരു മോഡലാണ് അല്ലെ, നല്ലൊരു ക്യാരക്ടറാണ് അല്ലെ, നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ഇതിനകത്തെ ക്യാരക്ടർ? നല്ലൊരു മാഷല്ലേ ആ രൂപത്തിലും, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സംസാര ശൈലി, ആ സ്റ്റൈലൊക്കെ ഓക്കെയാണ്. അപ്പൊ ആ ഒരു ഇതിൽ നമുക്ക് നോക്കിക്കാണുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അല്ലെ, നല്ല രീതിയിൽ ആ സിനിമയുടെ ലാസ്റ്റ് ക്ലൈമാക്സ് വരെ എന്താണ് നമ്മളെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്. അതിനകത്തൊരു തരികിട കൊച്ചുണ്ട് അല്ലെ, ഒരു ക്യാരക്ടർ ഉണ്ട്, ഒരു കുട്ടിയുണ്ട്, കുറച്ച് കുരുത്തക്കേടൊക്കെ കാണിക്കുന്ന ആ കുട്ടി വരെ എന്തായി നല്ല, ആ കുട്ടിയുടെ അതിനകത്ത് പ്രത്യേകം അവിടെ കാണിക്കുന്നത് എന്താ, ആ കുട്ടിയുടെ ജീവിത സാഹചര്യം കൊണ്ടാണ് ആ കുട്ടി അങ്ങനെ ആയത്. ഒരിക്കലും നല്ല കഴിവുള്ള ടാലന്റ് കുട്ടിയാണ്, സാഹചര്യം ഇല്ലാത്തത് മൂലമാണ് അവനെ അങ്ങനെ ആയിപ്പോയത്. അപ്പൊ സാഹചര്യങ്ങൾ അവന് വേണ്ടി ആ മാഷ് ഒരുക്കി കൊടുത്തപ്പോൾ അവൻ നല്ല രീതിയിൽ ആ മാഷിനെ വേണ്ട രീതിയിൽ ആ ഇമോഷൻസ്, ആ മാഷിന്റെ ഇമോഷൻസ് അവൻ മനസ്സിലേറ്റി, അവൻ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തു, അവൻ നല്ല രീതിയിൽ ടോപ്പ് മാർക്കോട് കൂടി പാസ്സായി. സിനിമയാണെങ്കിൽ പോലും നമുക്ക് ഒരു ഉദാഹരണമായിട്ട് ഇമോഷൻസ്, കുട്ടികളും അതുപോലെ ടീച്ചറും തമ്മിലുള്ള ഇമോഷൻസിനെ എടുത്തു കാണിക്കുന്ന ഒരു സിനിമയാണ് മാണിക്യക്കല്ല് എന്ന് പറയുന്ന സിനിമ കേട്ടോ. ഓക്കെ, പിന്നെ ഇവിടെ ലാസ്റ്റ് ഒരു കാര്യം പറയുന്നുണ്ട്, പ്രത്യേകമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. അതായത് കുട്ടികളിലെ വികാരങ്ങൾ ഉണ്ടല്ലോ, ഇമോഷൻസ് കറക്റ്റ് സമയത്ത് അത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ, ഇപ്പോ ഒരു കുട്ടിക്ക് ഭയങ്കരമായിട്ട് വിഷമം വരികയാണ്, വിഷമം വന്നു കഴിയുമ്പോൾ അവനത് പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല, അതായത് കരച്ചിലായിട്ട് അവനത് വരുന്നില്ല എങ്കിൽ അത് വലിയൊരു പ്രോബ്ലം ആയിട്ട് അവിടെ മാറും. എങ്ങനെയാ മാറുന്നേ? അതായത് നമ്മുടെ ഇപ്പോ കുട്ടികളിൽ മാത്രമല്ല കേട്ടോ, നമുക്കിപ്പോ എന്തെങ്കിലും ഒരു വിഷമം വന്നു, ഓക്കെ, നമ്മുടെ നെഞ്ചിരുന്ന് വിങ്ങാണ്, ഭയങ്കരമായിട്ട് സങ്കടമുണ്ട് നമുക്ക്, നമ്മുടെ നെഞ്ചിരുന്ന് വിങ്ങാണ്, പക്ഷെ പുറത്തേക്ക് നമുക്ക് കണ്ണീരായിട്ട് വരുന്നില്ല, അത് വലിയൊരു പ്രോബ്ലമാണ്. കാരണം എന്ത് ചെയ്യും, അത് നമ്മുടെ ആരോഗ്യത്തെ മോശകരമായിട്ടുള്ള രീതിയിൽ ബാധിക്കും അല്ലെ. ഇപ്പൊ നമ്മൾക്ക് സങ്കടം വരുമ്പോൾ ഒന്ന് പൊട്ടിക്കരഞ്ഞു നോക്കി, റൂം അടച്ചിരുന്ന് പൊട്ടിക്കരയുക, കുറച്ചു നേരത്തേക്ക് എന്ത് ചെയ്യും, നമുക്ക് ആശ്വാസം ലഭിക്കും. അതെന്തായി, കണ്ണീരായിട്ട് പോകും. ചില ആളുകൾ നമ്മളോട് പറയില്ലേ, സങ്കടം വരുമ്പോ കരഞ്ഞു കളാ, നീ അത് കരച്ചിലാക്കി പുറത്തേക്ക് കളാ, അത് മാറിക്കോളൂ എന്ന് പറയില്ലേ. അതങ്ങനെ ചെയ്യണം കേട്ടോ. എന്തെങ്കിലും ഇമോഷൻസ്, എന്തെങ്കിലും സങ്കടങ്ങൾ വന്നു കഴിഞ്ഞാല്, ഇപ്പൊ ദേഷ്യം വന്നെന്ന് വിചാരിക്കുക അല്ലെ, ദേഷ്യം വരുമ്പോ നമ്മൾ എന്താ ചെയ്യുക, പുറത്തേക്ക് മറ്റുള്ളവരെ എന്താ പറയാ, ഭയങ്കരമായിട്ട് രീതിയിൽ നമ്മൾ ഷൗട്ട് ചെയ്യുമല്ലോ, പ്രകടിപ്പിക്കും പ്രകടിപ്പിച്ചു പോട്ടെ, അതാണ് നല്ലത്. മറിച്ച് അതിങ്ങനെ ഉള്ളില് എന്താ പറയാ പിടിച്ച് അമർത്തി വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് തന്നെയാണ് ദോഷം വരുന്നത്. ഇപ്പൊ എന്തൊക്കെ ഇമോഷൻസ് ഉണ്ടെങ്കിലും അത് നമുക്ക് പുറത്തേക്ക് പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കണം. ഇത് കുട്ടികളുടെ മനസ്സിനാണെങ്കിൽ പ്രത്യേകിച്ച് മൈൻഡിന് റിലീസ്, അതായത് ഒരു റിലീഫ് കിട്ടും കേട്ടോ. അതായത് കുട്ടികൾക്കാണെങ്കിൽ എന്തെങ്കിലും ഇമോഷൻസ് ഉണ്ടെങ്കിൽ പുറത്തേക്ക് പ്രകടിപ്പിക്കണം. ഓക്കെ, ഇനി ചില കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്കറിയാലോ, ചില കുട്ടികളെ അനാവശ്യമായിട്ട് ആളുകൾ കളിയാക്കുന്നതൊക്കെ കാണാം അല്ലെ. ഇപ്പൊ ഭയങ്കരമായിട്ട് തടിയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ തടിയ എന്നൊക്കെ വിളിച്ച് എന്ത് ചെയ്യും, കളിയാക്കും അല്ലെ. അപ്പൊ അത് ആ കുട്ടി ഇപ്പൊ തടിയാന്ന് വിളിക്കുകയാണ്, ഒരു കുട്ടി ഭയങ്കരമായിട്ട് തടിയുണ്ടെന്ന് വിചാരിക്കുക, തടിയാന്ന് വിളിക്കണം കുട്ടിയെ. ആ കുട്ടിയെ നമുക്ക് പറയുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും, സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. കാരണം എന്താ, അവന്റെ രൂപം അനുസരിച്ചിട്ടാണ് തടിയാന്ന് വിളിച്ചത്. പക്ഷെ അത് ആ കേൾക്കുന്ന കുട്ടിക്ക് എന്തോരം മെന്റലി എന്തോരം ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അങ്ങനെ ആളുകളുടെ മുമ്പിൽ വെച്ചിട്ടാണ് അങ്ങനെ പറയുന്നെങ്കിൽ എന്തോരം ആ കുട്ടി സഫർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇരുന്ന് ഇതിങ്ങനെ കേട്ട് ഉള്ളിൽ വിങ്ങലായിരിക്കുന്ന ഒരു കുട്ടി ഇതൊന്നും പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നില്ല, പാരന്റ്സിനോട് പറയുന്നില്ല, അല്ലെങ്കിൽ ടീച്ചറിനോട് പറയുന്നില്ല, ഇതേ അവരെന്നെ ഇങ്ങനെ വിളിച്ചു എന്നൊന്നും പറയുന്നില്ല. ഇതിങ്ങനെ ഉള്ളിൽ ഇങ്ങനെ വന്ന് ലാസ്റ്റ് ദിവസം എന്താവും, കുട്ടിക്ക് മാനസികമായിട്ടുള്ള ഡിപ്രഷൻ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോ ഇമോഷൻസ് എന്തായാലും കുട്ടികളോട് പറയാ, എന്ത് നിങ്ങൾക്ക് ഉണ്ടെങ്കിലും അത് തുറന്ന് ഓപ്പണായിട്ട് നിങ്ങളോട് വന്ന് പറയാനായിട്ട് അവരോട് പറയാ. അതിനുള്ള സാഹചര്യം എന്ത് ചെയ്യുക, നിങ്ങൾ ഒരുക്കി കൊടുക്കുക. ഇപ്പൊ നിങ്ങൾ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് അവരോട് പെരുമാറുന്നതെങ്കിൽ അവര് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളോട് വന്ന് എല്ലാ കാര്യങ്ങളും തുറന്നു പറയും അല്ലെ. മറിച്ച് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് വന്ന് പറയാണ്, അപ്പൊ തന്നെ നിങ്ങൾ ചൂടാവോ, അല്ലെങ്കിൽ എനിക്ക് സമയമില്ല കേൾക്കാനൊക്കെ പറയുകയാണെങ്കിൽ പിള്ളേര് വന്ന് നിങ്ങളോട് പറയോ, ഒരിക്കലും പറയില്ല. അപ്പൊ അവർക്ക് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോ ഹെൽത്തിനെ ബാധിക്കുന്ന ഒന്നാണ് എന്താ, ഇമോഷൻസിനെ അടക്കി വയ്ക്കുന്നത്. അത് കുട്ടികളിൽ ചെയ്യാനായിട്ട് പാടില്ല.
എന്തുണ്ടെങ്കിലും അവരോട് ഷെയർ ചെയ്യുക, അവരോട് തുറന്നു പറയാനായിട്ട് പറയാം. ഓക്കെ ഓക്കെ, സെഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ മാം. ഓക്കെ, അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. വെനസ്ഡേ ക്ലാസ് ഉണ്ട്, വെനസ്ഡേ ക്ലാസ്സിൽ കാണാം. ഓക്കെ, മൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. താങ്ക് യു. Take care. താങ്ക് യു മാം. Thank you, ma'am. Good night, ma'am. Thank you, മാം. Good night. Ma'am.